പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അരുൺകുമാറാണ്. ഞാൻ എന്നും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് നമ്മുടെ ഈ മുതുവിള അരുവിപ്പുറം റോഡ്. അപ്പോൾ ഈ മുതുവിള അരുവിപ്പുറം റോഡിൽ അരുവിപ്പുറം പാലത്തിന് സമീപമായിട്ട് 4 സിഗ്നലുണ്ട് വളവിൽ. യാതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഞാനത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിരവധി ദിവസങ്ങളായിട്ട് കാട് പിടിച്ച് ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കൊന്നും വളവാണെന്നോ അല്ലെങ്കിൽ അപകടമുണ്ടെന്നോ ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ സിഗ്നൽ ലൈറ്റ് കംപ്ലീറ്റ് കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കണമെന്ന് കരുതി, രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു, എന്നാലും ഇന്നൊന്ന് വൃത്തിയാക്കണമെന്ന് കരുതി അത് റെഡിയാക്കിയിട്ടുണ്ട്. ഭയങ്കര കാടായിരുന്നു. ആദ്യം ഒരു പൈപ്പ് തുണ്ട് വെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അവിടെ ഒന്ന് ഇഴജന്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ചെയ്യാൻ ശ്രമിച്ചത്. ചെറിയൊരു വെട്ടുകത്തി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കയ്യിൽ ഗ്ലൗസും ഉണ്ടായിരുന്നു. നല്ല പെടാപ്പാട് വെട്ടു ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ഈ സുരക്ഷാ വേലി ഉണ്ടല്ലോ അവിടെ, അതിലും നിരവധി സ്ഥലത്ത് കംപ്ലീറ്റ് കാടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കാടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് മൊത്തം 4 സിഗ്നലായിട്ടുള്ള 4 സിഗ്നൽ ബോർഡുകളുള്ളതിൽ 2 സിഗ്നൽ ബോർഡുകൾ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള 2 സിഗ്നൽ ബോർഡുകളും ഉടനെ തന്നെ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തായാലും അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ആരായിരുന്നാലും ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധി കൊണ്ട് പകർത്തിയൊരു വീഡിയോ ആണ്. എന്തായാലും വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. മുഴുവൻ കാടായിരുന്നു, രക്ഷയില്ലാത്ത രീതിയിൽ കാടായിരുന്നു. അതുകൊണ്ടാണ് വെട്ടുകത്തി കൊണ്ടുപോയത്. അല്ലാതെ കൈ കൊണ്ട് പിടിച്ചാൽ പറ്റില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ ശരിയാക്കിയപ്പോൾ നല്ല രീതിയിൽ മൂട് പറിച്ച് കളയാൻ പറ്റിയില്ലായിരുന്നു. കാരണം കയ്യിൽ വേറെ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയൊരു വെട്ടുകത്തിയും കൂടെ കൊണ്ടുപോയത്. നിശേഷം അറുത്ത് മാറ്റിയിട്ടുണ്ട്. സൈഡിലുള്ള സുരക്ഷാ വേലിയിലുള്ള കുറച്ച് സ്ഥലത്തെ കാടും കൂടെ വിട്ടുമാറ്റിയിട്ടുണ്ട്. ഇനി പോകുന്നതിൻ്റെ അന്ന് മാക്സിമം അടുത്ത ബാക്കിയുള്ള 2 സിഗ്നൽ ബോർഡുകളും ശരിയാക്കി ബാക്കി ആ സൈഡ് സുരക്ഷാ വേലിയിലെ കാടും കൂടെ എടുത്ത് കളയുന്നതായിരിക്കും. അപ്പോൾ എന്നെ കഴിയുന്ന കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി ഞാൻ ചെയ്യാൻ എന്നും ശ്രമിക്കുന്നതായിരിക്കും. നമ്മളാ കഴിയുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല രീതിയിലായിത്തീരും എന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം അതിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം, അരുൺകുമാർ.